ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പ്രതിരോധത്തിലായിരിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിന്റെ 3-ാം ദിനം. 13-ാം സമ്മേളനത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ആദ്യമായി സഭയിലെത്തുമ്പോൾ നന്ദിപ്രമേയ ചർച്ചയിൽ തീപാറും. ബ്രൂബറി വിവാദം, കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകൽ, വയനാട് DCC ട്രഷറുടെ ആത്മഹത്യ എന്നിവയെല്ലാം ഭരണപ്രതിപക്ഷങ്ങൾ ആയുധമാക്കും. ഒന്നാം ദിനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. രണ്ടാം ദിനം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനുള്ള ചരമോപചാരം. രാഷ്ട്രീയം പറയാതെ കടന്നുപോയ 2 ദിനങ്ങൾക്ക് ശേഷം ഇന്നു മുതൽ ചൂടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ സഭാതലത്തിലേക്ക് എത്തും. ബ്രൂവറി വിവാദം തന്നെയാണ് സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന ആരോപണം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ആരും അറിയാതെ മദ്യനയം മാറ്റിയും ഫയൽ നീക്കിയും സർക്കാർ സ്വകാര്യ കമ്പനിയെ വഴിവിട്ട രീതിയിൽ സഹായിക്കുകയാണെന്ന രീതിയിലായിരിക്കും വിമർശനം. കൂത്താട്ടുകുളത്തെ CPM കൗൺസിലർ കലാരാജുവിനെ പാർട്ടിക്കാർ തന്നെ തട്ടിക്കൊണ്ടുപോയതും സഭയിൽ ചർച്ചയാകും. DCC ട്രഷറർ NM വിജയൻ ജീവനൊടുക്കിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ സാഹചര്യം ഉയർത്തിയായിരിക്കും ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. കേസിൽ 1-ാം പ്രതിയായ IC ബാലകൃഷ്ണനെ സഭയിൽ ഇരുത്തിയുള്ള വിമർശനം ഉണ്ടാകുമോ എന്നതും സമ്മേളന ദിവസങ്ങളെ ഉദ്യോഗജനകമാക്കുന്നു. ഇന്നു മുതൽ 3 ദിവസം ഗവർണറുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് സഭയിലെ പ്രധാന അജണ്ട. ജനം, തിരുവനന്തപുരം.